നിങ്ങൾക്ക് ഒരു നല്ലൊരു പ്രോപ്പർട്ടി, നല്ലൊരു വീട്, 1500 സ്ക്വയർ ഫീറ്റ്, 3 ബെഡ്റൂം അറ്റാച്ച്ഡ്, 8.5 സെന്റ് സ്ഥലത്തോടു കൂടി നല്ലൊരു PWD റോഡിൽ നിന്നും ജസ്റ്റ് ഒരു സെക്കൻഡ് പ്ലോട്ട് ആയിട്ട് പഞ്ചായത്ത് റോഡ് അരികിൽ തന്നെ ഇരിക്കുന്ന നല്ലൊരു പ്രോപ്പർട്ടി. ടാർ റോഡ്, വീടിന്റെ ഫ്രണ്ടിലൂടെ ടാർ റോഡ് കടന്നു പോവുകയാണ്. കിണർ വെള്ളം കൊണ്ട് പറ്റാത്തത്, 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ്. കിച്ചണ്, ഹോള്, ഡൈനിങ്, വർക്ക് ഏരിയ, അതുപോലെ തന്നെ വെള്ളപ്പൊക്ക ഭീഷണികൾ ഒട്ടുമില്ലാത്ത മേഖല. അങ്ങനെയുള്ളൊരു മേഖലയിൽ വളരെ ശാന്തസുന്ദരമായിട്ട് ജീവിക്കുവാൻ നല്ല ഒരു ഇണക്കത്തിന് പറ്റിയ ഒരു വീട് വന്നിട്ടുണ്ട്. ഇതാ ആ വീടിന്റെ അകത്തെയും പുറത്തെയുമായ ദൃശ്യങ്ങളിലേക്ക് വേഗം കടന്നു ചെല്ലാം. മീനച്ചൽ ഹോംസിന്റെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ബിജു പാല. ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് പാല തൊടുപുഴ റോഡിൽ പ്രവിധാനത്തിന് സമീപം നമുക്ക് PWD റോഡ് തന്നെ പോയി കഴിയുമ്പോൾ PWD റോഡിൽ നിന്നും സെക്കൻഡ് പ്ലോട്ടായിട്ടിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയിൽ ഒരു നല്ലൊരു 1500 സ്ക്വയർ ഫീറ്റ് വരുന്ന നല്ലൊരു കിടുക്കൻ വീട് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുണ്ട്. ചോദിക്കുന്ന വില 55 ലക്ഷം രൂപ മാത്രം, നെഗോഷ്യബിൾ ആണ്. അപ്പോൾ ഇവിടെ ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് വ്യൂ. നല്ല വീതിയുള്ള ഗേറ്റ്, 2 സൈഡിലേക്കും വാഹനങ്ങൾ കയറ്റിക്കൊണ്ട് പോകാൻ പാകത്തിന് വലിപ്പമുള്ള നല്ല വീതിയുള്ളൊരു ഗേറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുക. അപ്പോൾ ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് വ്യൂ. നല്ല ഒരു മുറ്റമൊക്കെ ഒന്നും കൂടെ ക്ലീൻ ചെയ്യാനുണ്ട്. വലിപ്പമുള്ളൊരു കാർ പോർച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വലിയ വാഹനങ്ങൾ, ഇന്നോവ പോലെയുള്ള വലിയ വാഹനങ്ങൾ കയറ്റിയിടാൻ പാകത്തിന് വലിപ്പമുള്ള കാർ പോർച്ച്. ഇതേ ഗേറ്റ് തുറന്നു കഴിഞ്ഞാൽ ഈ അങ്ങേയറ്റത്ത് കിണർ കാണാം. ആ കിണറിൻ്റെ അടുത്ത് വരെയും കൊണ്ട് വണ്ടി ഇടാം. അപ്പോൾ അത്രയും നല്ല മുറ്റം സൗകര്യങ്ങൾ, അതായത് ഐഡിയാപരമായിട്ട് ഈ സ്പേസിനെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പോൾ അങ്ങനെ ഇതാണ് നമ്മുടെ അങ്ങേയറ്റത്ത് മുറ്റത്തിൻ്റെ കിണർ. ഇതാണ് കിണർ. ഇപ്പുറത്ത് വീണ്ടും കിച്ചണിൽ നിന്ന് ഇറങ്ങി വരുന്ന സ്പേസിൻ്റെ അടുത്തൊക്കെ ആയിട്ട് നല്ല ഒരു സ്പേസ് മിറ്റമുണ്ട്. ഈ പ്ലോട്ടിനപ്പുറത്ത് PWD റോഡാണ്. കിണർ ഇഷ്ടം പോലെ വെള്ളം കിട്ടുന്ന മേഖലയാണ്. PWD റോഡിൻ്റെ അങ്ങേ സൈഡ് കൊണ്ട് പാടമാണ്. അതുകൊണ്ട് തന്നെ വെള്ളത്തിനൊരിക്കലും ഒരു ഷോർട്ടേജ് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. അപ്പോൾ ഇവിടെ നമ്മൾ വീടിനകത്തേക്കൊക്കെ പ്രവേശിക്കാൻ പോവുകയാണ്. 3 ബെഡ്റൂമുണ്ട്, 3 അറ്റാച്ച്ഡ് ആണ്. അതുപോലെ തന്നെ നമുക്ക് കിച്ചണ്, അതുപോലെ ഹോള്, ഡൈനിങ് ഹോള്, ഇങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റീസും കൊടുത്തുകൊണ്ടുള്ള നല്ല ഒരു അടിപൊളി വീട് തന്നെയാണ്. ഫ്രണ്ട് ഡോറ്, സിറ്റ് ഔട്ട്, ഒരു L ഷേപ്പ് വരുന്ന രീതിയിലുള്ള ഒരു സിറ്റ് ഔട്ടാണ് കൊടുത്തിരിക്കുക. ഫ്രണ്ട് ഡോറ് തുറന്ന് നമ്മൾ നേരെ അകത്തേക്ക് പ്രവേശിക്കുവാനായിട്ട് പോകുമ്പോൾ ഇതാണ് ഫ്രണ്ട് ഡോറ്. തേക്കിൻ്റെ തടി കൊണ്ടുള്ള ഫ്രണ്ട് ഡോറാണ് ഇവിടെ കൊടുത്തിരിക്കുക. നമുക്ക് ഡോറ് തുറന്ന് അകത്തേക്ക് കയറാം. അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നല്ലൊരു ടെക്സ്ചർ വർക്ക് കൊണ്ടുള്ള നല്ലൊരു ഡിസൈനാണ് ഇവിടെ കൊടുത്തിരിക്കുക. നല്ല ഒരു സ്വീകരണ മുറിയിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിക്കുന്നത്. സ്വീകരണ മുറിയുടെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് ഒരു TV യൂണിറ്റ് ചെയ്യുവാനായിട്ടുള്ള പോയിൻ്റ് അവിടെ വന്നിട്ടുണ്ട്. കേബിൾ കണക്ഷൻ കൊടുക്കുവാനായിട്ട് ഇൻബിൽട്ടായിട്ടുള്ള പൈപ്പ് ലൈൻ വലിച്ചാണ് ചെയ്തിരിക്കുക. അപ്പോൾ ഈ സൈഡിൽ ഒരു ബെഡ്റൂമുണ്ട്. അറ്റാച്ച്ഡ് ബെഡ്റൂം. ആ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്കൊന്ന് കിടക്കാം. തടി കൊണ്ടാണ് കട്ടള, അതുപോലെ ഡോറുകൾ എല്ലാം തടി കൊണ്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുന്നു. അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഇത് ഡ്രസ്സിങ് ഏരിയ ഉണ്ട്. ഡ്രസ്സിങ് ഏരിയയിൽ ഒരു കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. കബോർഡ് വർക്കുകൾക്കും അപ്പുറത്തായിട്ട് ഒരു എന്താ പറയുക, ടോയ്ലറ്റ്, അറ്റാച്ച്ഡ് ടോയ്ലറ്റാണ്. ഫൈബറിൻ്റെ ഡോറാണ് ടോയ്ലറ്റിന് കൊടുത്തിരിക്കുക. ഇവിടെ ഇതാണ് ടൈല് വർക്കുകൾ. എല്ലാം കാഴ്ചയ്ക്ക് നല്ല ക്യൂട്ടാണ്. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഓവറായിട്ടുള്ള ഇൻറ്റീരിയർ വർക്കുകളൊന്നും അല്ല, എന്നാൽ വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തിരിക്കുന്നു എന്നൊക്കെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ മാത്രവുമല്ല, വാഹന സൗകര്യം, അതായത് നമ്മൾ വീതിയുള്ള റോഡ്, PWD റോഡ് തന്നെ വരുന്ന കാരണം ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കുവാനോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഒന്നും ഉണ്ടാവാത്ത രീതിയിൽ നല്ല അടിപൊളിയാക്കി ആയിട്ടുള്ള റോഡ് തന്നെ ഇങ്ങ് പോന്നാൽ മതി. അപ്പോൾ അവിടുന്ന് PWD റോഡിൽ നിന്ന് ഒരു സെക്കൻഡ് പ്ലോട്ട്, അതായത് ഒരു 10-12 സെൻറ്റിൻ്റെ പ്ലോട്ട് അത്രയും ദൂരം മാത്രം, അതും പഞ്ചായത്ത് റോഡരികിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുക. രണ്ടാമത്തെ ബെഡ്റൂമിലും കബോർഡ് വർക്കുകളുണ്ട്, അറ്റാച്ച്ഡ് ആണ്.
AC-യുടെ പോയിന്റ് എല്ലാ ബെഡ്റൂമിലും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈൻ കൊടുത്തിട്ടുണ്ട്. എല്ലാ ടോയ്ലറ്റിലും അതുപോലെ കിച്ചണിലും ചൂടുവെള്ളം കിട്ടാവുന്ന രീതിയിലുള്ള പോയിന്റുകളാണ് കൊടുത്തിരിക്കുക. കടകളിലേക്ക് പോകുവാനായിട്ടുള്ള ദൂരം എന്ന് പറയുന്നത് ഒരു 400 മീറ്റർ 500 മീറ്ററിനടുത്ത് ദൂരമാണ് കടകൾ. അതുപോലെ തന്നെ അമ്പലത്തിലേക്ക് പോകുവാനായിട്ടൊരു 800 മീറ്റർ ദൂരം കൂട്ടാം. പള്ളിയിലേക്ക് പോകുവാനായിട്ടും ഒരു 500 മീറ്റർ ദൂരം. അതുപോലെ തന്നെ നമുക്ക് സ്കൂളുകൾ, കോളേജുകൾ എല്ലാം 500 മീറ്റർ ദൂരത്തിലായിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇവിടെ വാഷ് ഏരിയ നമ്മൾ കണ്ടു. ഇവിടെ 3ാമത്തെ ബെഡ്റൂം, അറ്റാച്ച്ഡ് ആയിട്ടുള്ള 3ാമത്തെ ബെഡ്റൂമിലേക്ക് പ്രവേശിക്കുകയാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമുകൾ തന്നെയാണ് എല്ലാം കൊടുത്തിരിക്കുക. 3 ബെഡ്റൂമും നല്ല സ്പേഷ്യസ് ആണ്. അതുപോലെ കിച്ചന്, അതുപോലെ തന്നെ ഡൈനിങ് ഹോള് എല്ലാം നല്ല സ്പേഷ്യസ് ആണ്. നല്ല ഒരു വീടിൻ്റെ ഒരു പ്ലാൻ എന്ന് പറയുന്നത് നമുക്ക് എന്നും ജീവിക്കുവാനായിട്ടുള്ളതാണ് വീട്. അപ്പോൾ നമ്മൾ നേരെ കിച്ചണിലേക്ക് പ്രവേശിക്കുകയാണ്. 1500 സ്ക്വയർ ഫീറ്റ് വീടാണ്. പക്ഷേ 1500 സ്ക്വയർ ഫീറ്റിനേക്കാളും കൂടുതൽ സൗകര്യം നമുക്ക് ഈ വീടിനകത്ത് തോന്നുന്നു. നല്ല വലിപ്പമുള്ള കിച്ചണാണ് ഇവിടെ കിട്ടിയിരിക്കുക. കാരണം ഓരോ എൻജിനീയേഴ്സിൻ്റെ പ്ലാൻ എന്നാണ് നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. കാരണം നല്ല പ്ലാനാണെങ്കിൽ എല്ലാം നല്ല സ്പേഷ്യസ് ആയിട്ട് നമുക്ക് കിട്ടും, എല്ലാം നല്ല ഇടഭാഗങ്ങൾ കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള നല്ലൊരു വീടാണ്. കബോർഡ് വർക്കുകൾ, മനോഹരമായ കബോർഡ് വർക്കുകളാണ് ഈ കിച്ചണിൽ ചെയ്തിരിക്കുക. അപ്പോൾ നമ്മൾ തുടക്കം മുതലേ പറഞ്ഞു 55 ലക്ഷം രൂപ ചോദിക്കുന്നു. 8.25 സെൻറ്റ് സ്ഥലം, അതുപോലെ 3 ബെഡ്റൂം അറ്റാച്ച്ഡ് വീട്, പഞ്ചായത്ത് റോഡരിക, PWD റോഡിൽ നിന്നും സെക്കൻഡ് പ്ലോട്ടായിട്ടിരിക്കുന്ന പ്രോപ്പർട്ടി, കിണർ വെള്ളം, അതുപോലെ വെള്ളപ്പൊക്ക ഭീഷണികൾ ഒട്ടുമില്ലാത്ത മേഖല, ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ്. അപ്പോൾ അതുപോലെ എല്ലാ കാര്യങ്ങളും മീനച്ചിൽ ഹോംസ് ആധാരം വരെയുള്ള എല്ലാ കാര്യങ്ങളിലും നിങ്ങളോടൊപ്പം കൂടെ നിൽക്കുന്നതാണ്. ഒന്നും പേടിക്കാതെ 100% വിശ്വസ്തയോടുകൂടിയുള്ള സേവനങ്ങൾ നിങ്ങൾക്ക് ഞങ്ങളിൽ നിന്നും ലഭിക്കുന്നതാണ്. ഞങ്ങളുടെ 12 വർഷത്തെ ഈ മേഖലയിലുള്ള പ്രവൃത്തി പരിചയം നിങ്ങൾക്ക് മുതലാക്കാവുന്നതാണ്. കാരണം അത് അത്രയും നല്ല എല്ലാ മേഖലയിലുമുള്ള റിയൽ എസ്റ്റേറ്റ് മേഖലയിലുള്ള എല്ലാ കാര്യങ്ങളിലും ഞങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പുതിയ വീഡിയോയുമായി നാളെ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.